ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ പണ്ട് മുതൽ ഇന്ത്യക്കെതിരെ നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഏകദേശം 80കളുടെ അവസാനത്തിൽ 90കളുടെ ആദ്യം മുതൽ പാകിസ്ഥാൻ അവരുടെ തന്ത്രം മാറ്റി ഇന്ത്യക്കെതിരെ പ്രോക്സി വാർ എന്നുള്ളൊരു സംവിധാനം. പ്രോക്സി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല, തീവ്രവാദ ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയിട്ട്, ഇപ്പം നമ്മൾ കേൾക്കുന്ന ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ഒത്തിരി ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പലതും പിന്നെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള സംഘടനകളാണ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ജെയ്ഷ് ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൈബ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ലഷ്കർ ഇ തൈബയും ജെയ്ഷ് ഇ മുഹമ്മദും. പിന്നെ പാകിസ്ഥാൻ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ, പാക് താലിബാന്, അങ്ങനെ പല ടെറർ ഗ്രൂപ്പുകളെ അവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി തീറ്റിപ്പോറ്റി മറ്റ് രാജ്യങ്ങൾക്കെതിരെ, പ്രത്യേകിച്ച് ഇന്ത്യ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്കെതിരെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെ അവരുടെ ടാക്ടിക്സ്, തന്ത്രം 90കളിൽ മുതൽ 80കളുടെ അവസാനം മുതൽ, പ്രത്യേകിച്ച് ബനസീർ ഭൂട്ടോ അവിടെ പ്രധാനമന്ത്രിയായിരുന്ന ഒരു കാലഘട്ടം മുതൽ, സോവിയറ്റ് യൂണിയൻ്റെ പിന്നെ പതനത്തിന് ശേഷം, എന്നുവെച്ചാൽ സോവിയറ്റ് യൂണിയൻ അസ്തമിച്ചു അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എല്ലാം ഡിസോൾവ് ആയതിനു ശേഷം ഇന്ത്യക്കെതിരെ അവർ നടത്തിപ്പോരുന്ന ഒരു യുദ്ധതന്ത്രമായിരുന്നു പ്രോക്സി വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീവ്രവാദി ഗ്രൂപ്പുകളെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യക്ക് കാശ്മീരിനകത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ ഇന്ത്യക്കെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ കോൾഡ് വാർ സമയത്ത്, ശീത യുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കൻ ക്യാമ്പിലായിരുന്നു. അന്ന് അവർ അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ തന്നെയായിരുന്നു നിലകൊണ്ടത്. ഇന്ത്യക്കെതിരെ നിലനിൽക്കാൻ വേണ്ടിയാണ് അവർ പാകിസ്ഥാനെ ഉണ്ടാക്കിയത് തന്നെ, പടിഞ്ഞാറൻകാരൻ. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഒരു പ്രോക്സി ആയിരുന്നു. അമേരിക്കൻ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ സംവിധാനങ്ങളുടെ ഒരു പ്രോക്സി ആയിരുന്നു പാകിസ്ഥാൻ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പാകിസ്ഥാൻ ഇപ്പോൾ പൂർണ്ണമായിട്ടും ചൈനയുടെ ഒരു പ്രോക്സിയാണ്. ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ വേണ്ടി, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ നിലകൊള്ളുവാൻ വേണ്ടി. അപ്പം ഈ പ്രോക്സി എന്ന് പറയുമ്പോൾ ആരാണോ മാസ്റ്റർ, ഇപ്പൊ പണ്ട് അമേരിക്കയായിരുന്നു മാസ്റ്റർ, ഇപ്പൊ ചൈനയാണ് മാസ്റ്റർ എന്ന് പറയുന്നത്. പറയല്ല, അതാണ് സത്യം. അപ്പം മാസ്റ്ററിന്റെ കൈ ഡേർട്ടി ആകത്തില്ല. അപ്പം മാസ്റ്റർക്ക് അടിയൊന്നും കിട്ടത്തില്ല, തല്ലും ഇടിയൊന്നും കിട്ടത്തില്ല. പക്ഷേ തല്ലും അടിയും ഇടിയും ചതവും എല്ലാം കിട്ടുന്നത്, പണിഷ്മെന്റ് എല്ലാം കിട്ടുന്നത് പ്രോക്സിക്കായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ റിയൽ പിക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും ഇതൊരു ഇന്ത്യ പാകിസ്ഥാൻ വാർ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണെങ്കിലും, ഇതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് ചൈനയുടെ വാറാണ് ഇന്ത്യക്കെതിരെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ ചൈനയുടെ യുദ്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പാകിസ്ഥാൻ്റെ ഓൺ ആയിട്ടുള്ള, സ്വന്തമായിട്ടുള്ള യുദ്ധമല്ല. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവർക്ക് സ്വതന്ത്രമായി നിലനിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് യുദ്ധം ചെയ്യുവാൻ യാതൊരു രീതിയിലുള്ള സാമ്പത്തിക അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവസ്ഥ അല്ലാത്തൊരു രാജ്യത്തിന്, ഇത്രയും ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ഒരു രാജ്യവും യുക്തിഭദ്രമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കത്തില്ല. ഒരു രാജ്യം എടുക്കത്തില്ല. സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു രാജ്യവും, പിന്നെ ആഭ്യന്തരമായിട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു രാജ്യം ഒരിക്കലും പിന്നെ യുക്തിയുടെ ഭാഗത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ ഒരിക്കലും അവരെ അയലത്തുള്ള ഒരു ശക്തമായിട്ടുള്ള രാജ്യത്തെ പ്രൊവോക്ക് ചെയ്തിട്ട് ആ രാജ്യത്തെ കൊണ്ട് ശക്തമായിട്ടുള്ള തിരിച്ചടിക്കാൻ വേണ്ടി പ്രകോപിപ്പിക്കുക എന്നുള്ളത് ഒരു യുക്തിയുടെ ഒരു ഭാഗമല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇത് പാകിസ്ഥാന്റെ യുദ്ധമല്ല. കാരണം പാകിസ്ഥാന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധമല്ല ഇത്. ഇത് ശരിക്കും ചൈനയുടെ യുദ്ധമാണ്. ഈ ചൈനയുടെ യുദ്ധമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഇന്ത്യ ട്രംപ് വന്നതിന് ശേഷം ചൈനയ്ക്ക് മേളിൽ ഏർപ്പെട്ടിട്ടുള്ള ഉപരോധങ്ങൾ ചൈനയ്ക്ക് വളരെ ചെറുതായിട്ടുള്ള തിരിച്ചടിയല്ല, സാമ്പത്തികമായിട്ട് വലിയ തിരിച്ചടിയാണ് ചൈനയ്ക്ക് അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ.
അപ്പം ചൈനയ്ക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ചൈനയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവസരം, ലഭിക്കാൻ പോകുന്ന ഏറ്റവും സാധ്യതയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. കാരണം ചൈനയിൽ നിന്നും കമ്പനികൾ ഒന്നൊന്നായിട്ട് പലായനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അടുത്തൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ളൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും. പെട്ടെന്ന് സാധിക്കത്തില്ല. നമ്മൾ പറഞ്ഞ അതിനകത്ത് ഒത്തിരി ഇന്ത്യൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ തന്നെയും തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചൈനയിൽ നിന്നും കൂടുതൽ ബിസിനസ്സുകൾ ഇന്ത്യയിലേക്ക് വരികയും ചൈനയുടെ സാമ്പത്തിക വളർച്ച താഴേക്ക് പോവുകയും ഇന്ത്യ സാമ്പത്തികമായി കൂടുതൽ വളരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇക്കണോമിക് കോറിഡോർ, അതായത് ഇന്ത്യ ഏർപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇക്കണോമിക് കോറിഡോർ ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ നോർത്ത് ഫുൾ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറാണ് INSTC. ഇതിനകത്ത് റഷ്യ, ഇന്ത്യ ഉൾപ്പെടെയുള്ള കുറേ രാജ്യങ്ങൾ, ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ അതുപോലുള്ള രാജ്യങ്ങളുണ്ട്. 13 രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള, അതായത് ഇന്ത്യ, റഷ്യ, ഇറാൻ, അസർബൈജാൻ, ബെലാറസ്, ബൾഗേറിയ, അർമീനിയ, കസഖ്സ്ഥാൻ, കിർഗിസ്ഥാൻ, ഒമാൻ, താജിക്കിസ്ഥാൻ, ടർക്കി, ഉക്രൈൻ, ഇത്രയും രാജ്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ വാർ നിലനിൽക്കുമ്പോൾ ഇതിൻ്റെ ഭാവി, ഇത് ശരിക്കും 2000-ൽ വന്നൊരു ഐഡിയ ആണ്. അതായത് ട്രാൻസ്പോർട്ട് കോറിഡോർ, ഈ റഷ്യയുടെ ബാൾട്ടിക് സീയും ഇന്ത്യയുടെ വെസ്റ്റേൺ പോർട്സും ഒക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്പോർട്ട് കോറിഡോറാണ്. അതായത് മാരിടൈം റോഡ്, അറേബ്യൻ സീ, ഇറാൻ വഴി അറേബ്യൻ സീയിൽ കൂടെ. അപ്പോൾ റഷ്യ, ഇന്ത്യയും ഇറാനും ഇതിൻ്റെ പ്രിലിമിനറി അഗ്രിമെൻറ്റ്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 രാജ്യങ്ങളാണ് ഇതിൻ്റെ പ്രൈമറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞത്. ഏകദേശം 7200 കിലോമീറ്റർ നീളമുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ 2002-ൽ ഇന്ത്യയും റഷ്യയും ഇറാനും സൈൻ ചെയ്തിട്ടുണ്ട്. 3 വർഷത്തിന് ശേഷം അസർബൈജാനും അതിനകത്തിൽ ഒപ്പിട്ടു പ്രോജക്റ്റിനകത്തിൽ. അപ്പോൾ ഈവൻച്വലി 13 രാജ്യങ്ങളതിൽ, അവസാനമായിട്ട് 13 രാജ്യങ്ങളതിനകത്തിൽ ഏർപ്പെട്ടുണ്ട്. അപ്പോൾ ഇത് മുംബൈയിൽ നിന്നാണ് തുടങ്ങുന്നത്. ബന്ദാർ അബ്ബാസ് ആൻഡ്, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞത്. നമ്മുടെ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം ഇതല്ല. അപ്പോൾ ഈ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇക്കണോമിക് കോറിഡോറാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTCയും, അതുപോലെ തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്നും പറഞ്ഞു. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോറിനകത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇത് G20 സമ്മിറ്റിനകത്തിൽ, ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന G20 സമ്മിറ്റിൽ ആണ് ഈ പറഞ്ഞ ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തത്. ഇതിനകത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി ഉണ്ട്, UAE ഉണ്ട്, ഇന്ത്യ, അമേരിക്ക ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി. ഇറ്റലിയും ഫ്രാൻസും ജർമ്മനി എല്ലാം യൂറോപ്യൻ യൂണിയനകത്തുള്ള കേട്ടോ. യൂറോപ്യൻ യൂണിയനകത്തുള്ള ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി മുതലായിട്ടുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഈ കോറിഡോറിനകത്തിലുണ്ട്. അപ്പോൾ അത് ഇന്ത്യയിലെ മുംബൈ പോർട്ടിൽ നിന്നാണ് പോർട്സ് ടു ബി കണക്റ്റഡ്. മുന്ദ്ര ഗുജറാത്ത്, കണ്ടല ഗുജറാത്ത്, ജവഹർലാൽ നെഹ്റു പോർട്ടസ്, നവി മുംബൈ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുംബൈ ഈ ഗുജറാത്ത് ഭാഗത്തെ പോർട്ടുകളെല്ലാം കണക്ട് ചെയ്ത് UAE-യിൽ ചെന്നിട്ട് സൗദി അറേബ്യ വഴി, ഇസ്രായേൽ വഴി, ഹൈഫ വഴി, ഗ്രീസ് വഴി അത് യൂറോപ്പിലേക്ക് പോകുന്നതാണ് ഈ പറഞ്ഞ കോറിഡോർ എന്നാണല്ലോ. അപ്പോൾ ഇതിനകത്തിൽ ഈ കണക്ട് ചെയ്യുന്ന പോർട്ടുകളാണ്. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോർട്ടുകളെല്ലാം ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇതെല്ലാം നമ്മുടെ ടോപ്പിക്ക്. മിഡിൽ ഈസ്റ്റിലെ UAE-യിലെ ഫുജറ, ജബൽ അലി, അബുദാബി, സൗദി അറേബ്യയിലെ ദമാം, റസൽ, ഖൈർ, റെയിൽവേ ലൈൻ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നുണ്ട്. ഫുജറ പോർട്ട് ആയിട്ട് ടു ഹൈഫ പോർട്ട് ഇസ്രായേലിൽ. പിന്നെ സൗദി അറേബ്യയിലെ 2 സ്ഥലങ്ങൾ ജോർദാൻ വഴി. അപ്പോൾ ഇസ്രായേലിൽ ഹൈഫ പോർട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിലെ UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഇന്ത്യയിലെ മുംബൈയിലെയും ഗുജറാത്തിലുണ്ട്, യൂറോപ്പിലെ ഗ്രീസ്, മെസ്സിന ആൻഡ് സൗത്ത് ഇറ്റലി, ഫ്രാൻസിലെ മാസിലി എന്നും പറഞ്ഞ പോർട്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിനകത്ത് US ഉണ്ട്. US-ൻ്റെ കണക്ഷൻ അത് പറയുന്നില്ല, എന്നാലും US ഇതിനകത്തിൽ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പോർട്ട് വളരെ കോംപ്രഹെൻസീവ്, അതിയായിട്ടുള്ള ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക്. അത് റെയില്, റോഡ്, സീ റൂട്ട്സ് കണക്റ്റിംഗ് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ്, ഈ 3 ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വലിയ കോറിഡോറാണ്. അപ്പോൾ ഇത് ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഇക്കണോമിക് കോറിഡോറാണ് ശരിക്കും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡിനെ കോമ്പീറ്റ് ചെയ്യുന്ന കൗണ്ടറായിട്ടാണ്. പൊട്ടൻഷ്യൽ കൗണ്ടർ ടു ചൈനാസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഇൻ ദ യൂറേഷ്യൻ റീജിയൻ. അപ്പോൾ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഇറിറ്റേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇത് ചൈനയുടെ വളർന്നു വരുന്ന സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനത്തെ
തടയിടുവാനും വേണ്ടി ഈ രണ്ട് കൊറിഡോർ പ്രത്യേകിച്ച് വളരെ ശക്തമായിട്ട് അത് മുന്നോട്ട് പോയി കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം എന്താണ് പറയുന്നത് സ്കോപ്പുള്ള അല്ലെങ്കിൽ വളരെയധികം പൊട്ടൻഷ്യലുള്ള ചൈനയെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ചൈനയുടെ കൂടെ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ചൈനയുടെ സാറ്റലൈറ്റ് രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ അതുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ നേതൃത്വത്തിലുള്ള ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ശരിക്കും കൗണ്ടർ ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി ഇല്ലാതാക്കാനും കഴിയുന്ന രണ്ട് പ്രധാനപ്പെട്ട കോറിഡോഴ്സാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ചൈനയെ വളരെയധികം അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ഇന്ത്യനകത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു രാജ്യമാണ് ഈ രണ്ട് കോറിഡോറുകൾ. പിന്നെ ട്രംപിന്റെ ടാരിഫ് വാർ വരുന്നതോടുകൂടി ചൈനയ്ക്ക് ഒരു ഓൾട്ടർനേറ്റീവായിട്ട് ബദൽ ആയിട്ട് ഇന്ത്യ മാറുമോ എന്നുള്ളൊരു ഭയം ആശങ്ക ചൈനയെ നിലനിൽക്കുന്നുണ്ട്. ട്രേഡ് വാർ, വ്യാപാര യുദ്ധം, അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം, പിന്നെ ബലൂചിസ്ഥാനിൽ ചൈനയ്ക്ക് പാകിസ്ഥാനും ഉള്ള സ്വാധീനം വളരെയധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം അവിടെ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംഭവവികാസങ്ങൾ, ബലൂജികൾ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചൈനയുടെ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഒക്കെ ഉണ്ട് നമുക്കറിയാം. പിന്നെ പാകിസ്ഥാനിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, പാകിസ്ഥാൻ ആർമിയിലുള്ള വലിയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ ഉള്ള മുനീർ വളരെ അൺപോപ്പുലറാണ്. അപ്പം അങ്ങനെയുള്ള ചൈന പാകിസ്ഥാനിൽ വളരെയധികം സ്വാധീനം ഉള്ളതുകൊണ്ട് പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങളും ചൈനയെ അധികം ആശങ്കപ്പെടുത്തുന്നതാണ്, വളരെയധികം അലോസരപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ബലൂചിസ്ഥാനിലൊക്കെ പ്രശ്നങ്ങൾ ചൈനയും പാകിസ്ഥാനും പറയുന്നത് ഇന്ത്യയാണ് അതിൻ്റെ പിറകിൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ അറിവോടുകൂടിയാണ് ഇന്ത്യയാണ് ഈ പറഞ്ഞ പ്രോക്സീസിനെയൊക്കെ അവിടെ വളർത്തുന്നതും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഇന്ത്യയാണെന്നാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെ അവകാശവാദം. അപ്പം ഈ ബോംബ് വീണത് പാകിസ്ഥാനിലാണെങ്കിലും ചങ്കിടിപ്പ് ചൈനയ്ക്കെന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം ഇത് ചൈനയുടെ യുദ്ധമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അത് പ്രോക്സിയാണ് ചൈനയുടെ യുദ്ധമാണ്. കാരണം ഇന്ത്യയുടെ വളർച്ചയെ തടയിടുക, ഇന്ത്യയെ യുദ്ധത്തിൽ കൊണ്ടുപോയി എന്താണ് പറയുക എൻഗേജ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യമാകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ എക്കണോമിക് പൊട്ടൻഷ്യൽ വളർച്ചയ്ക്ക് സാരമായിട്ടുള്ള ഇടിവുകൾ ഉണ്ടാകാനും ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കുറയുകയൊക്കെ ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ചൈനയുടെ ഒരു ലാർജർ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അപ്പം ശതകോടികളുടെ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചൈന പാകിസ്ഥാനിലും ബലൂചിസ്ഥാനിലും ഒക്കെ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വിവിധ റോഡ് തുറമുഖ പദ്ധതികൾ ചൈനയ്ക്ക് വലിയ നിക്ഷേപമാണ്. പ്രത്യേകിച്ച് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും എന്താ പറയുക ഹൃദയഭാഗം എന്ന് പറയുന്നത് സീപക്, ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ മുതലായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ചൈനയുടെ സാന്നിധ്യത്തെ അവരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ബലൂചിസ്ഥാൻ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധമാണ് അവിടെ സൃഷ്ടിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഏത് അവസ്ഥയിലേക്ക് മാറുന്നതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു ദിശ, അല്ലെങ്കിൽ അത് ഏത് വഴിക്കാണ് നീങ്ങുന്നത് എന്നുള്ളത് നമുക്ക് അത് തീർച്ചയായിട്ടും ഒരു ഡിസിസീവായിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോയിട്ടില്ല. നമുക്ക് അത് ഏത് ദിശയിലേക്ക് പോകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഈ നിലനിൽക്കുന്ന സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ടോട്ടൽ വാറായി മാറുക, ഫുൾ ഫ്ലഡ്ജ് വാറായി മാറുക എന്നുള്ളത് ലോകത്തിലെ രാജ്യങ്ങളെല്ലാം തന്നെ വളരെ ആശങ്കയോടുകൂടി, കാരണം വളരെ യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ, ടോട്ടൽ വാർ ഉണ്ടാകുകയാണെങ്കിൽ ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു യുദ്ധം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇന്ത്യ പാകിസ്ഥാനിൽ അവർ തീറ്റിപ്പോറ്റി വളർത്തുന്ന തീവ്രവാദ ക്യാമ്പുകളാണ് ആക്രമിച്ചത്. പക്ഷേ അതിനകത്തിൽ ഏറ്റവും ആശങ്കയുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതല്ല ചൈനയുടെ വിഷയം, മറിച്ച് പാകിസ്ഥാനിൽ ചൈന നടത്തിയിട്ടുള്ള ശതകോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപം അത് ഒലിച്ചു പോകുമെന്നുള്ള ഭയമാണെന്നാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്തിൽ വലിയൊരു ആശങ്ക ചൈനയ്ക്കുണ്ട്. യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ചൈനയെ വളരെയധികം അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ശക്തമായിട്ടുള്ളൊരു ഇന്ത്യയെ പാഠം പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാനെ പ്രോക്സിയായിട്ട് ഉപയോഗിച്ച് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം നടത്തിയതും അതിൻ്റെ പിന്നാലെ നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ നിർബന്ധിതനാകുകയും അല്ലെങ്കിൽ നമ്മൾ അതിനകത്തിൽ പ്രഷേർഡ് ആവുകയും തീർച്ചയായിട്ടും ഇപ്പോൾ നടക്കുന്ന ഈ ഒരു സംഘർഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലെല്ലാം അതുപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ, കാരണം ഏകദേശം നമ്മളുടെ ഒരു അറിവ് വെച്ചിട്ട് ഏകദേശം $60 ബില്യൺ മേളിൽ ചൈന പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിൽ ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റും സൈന്യവും പാകിസ്ഥാനിൽ ഉണ്ട് എന്നുള്ളൊരു
വിശ്വാസമാണ് ചൈന ഇത്രയ്ക്ക് അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ചൈനയെ പ്രേരിപ്പിച്ചൊരു കാര്യം. പക്ഷേ അതിനുശേഷം നമുക്കറിയാം, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചൈനയ്ക്കും പാകിസ്ഥാനും യാതൊരു രീതിയിലുള്ള സ്വസ്ഥതയും കൊടുക്കാത്ത രീതിയിലാണ് ബലൂചിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാനിൽ വൻതോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ത്യക്കെതിരെ ഇപ്പം നമ്മൾ അമേരിക്ക ഇന്ത്യ എങ്ങനെയാണോ കാണുന്നത്, അതായത് ചൈനയെ കൗണ്ടർ ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിൽക്കാൻ കഴിവുള്ള ഒരു പങ്കാളി എന്ന രീതിയിലാണ് ചൈന പാകിസ്ഥാനെ കാണുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോക്സി ആയിട്ടാണ് പാകിസ്ഥാനെ ചൈന കാണുന്നതും ആ രീതിയിലാണ് പാകിസ്ഥാനെ അവർ തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഇത്രയധികം സ്വാധീനം ഉള്ള രാജ്യം ഇപ്പോൾ മറ്റൊരു രാജ്യത്തിനുമില്ല. പണ്ട് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അമേരിക്കൊന്നുമില്ല. കാരണം പാകിസ്ഥാൻ്റെ ഏകദേശം 80% ആയുധങ്ങൾ തന്നെ 80% ആയുധങ്ങൾ തന്നെ പാകിസ്ഥാൻ വാങ്ങിക്കുന്നത് ചൈനയിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഇൻ്റലിജൻസ് പ്രതിരോധ മേഖലകളിലൊക്കെ ഉള്ള സ്വാധീനം, ഇപ്പം പാകിസ്ഥാൻ യുദ്ധം ചെയ്യണമെങ്കിൽ തന്നെ ചൈനയുടെ 100% ഹെൽപ്പില്ലാതെ, പലതരത്തിലുള്ള ഹെൽപ്പില്ലാതെ, സഹായമില്ലാതെ, സപ്പോർട്ടില്ലാതെ പാകിസ്ഥാൻ ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ വൻതോതിലുള്ള നിക്ഷേപം ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ റോഡ്, തുറമുഖ പദ്ധതികൾ. അപ്പോൾ ഇതിലൊക്കെ തന്നെ ചൈനയ്ക്ക് വൻതോതിലുള്ള നിക്ഷേപമുണ്ട്. ജനങ്ങൾക്ക് നമുക്കറിയാം, ബലൂചിസ്ഥാനിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുന്നത് ബലൂചിസ്ഥാനിലെ ജനങ്ങൾക്ക് ചൈനയുടെ സാന്നിധ്യവും അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള കൊളാബറേഷനും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷേ അവിടുത്തെ ഏറ്റവും ശക്തിയുള്ള സൈന്യം എന്നുവെച്ചാൽ മറ്റ് സിവിലിയൻ ഗവൺമെൻറ്റിനേക്കാളിലും ശക്തി സൈന്യത്തിനുള്ളതുകൊണ്ട് സൈന്യത്തിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് പിന്നെ ഉള്ളത് കൊണ്ട് പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധം അവിടെ ഇല്ല. പക്ഷേ എന്നാലും ഇപ്പോൾ നമുക്കറിയാം, പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധം ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബലൂചിസ്ഥാനിലൊക്കെ വളരെ ഓപ്പൺ ഫൈറ്റാണ്. പ്രത്യക്ഷമായിട്ടുള്ള എതിർപ്പും അല്ലെങ്കിൽ ഒരു റബലിയസ് ആയിട്ടുള്ള പ്രവൃത്തികൾ തന്നെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ബലൂചിസ്ഥാനിലാണ് അവിടെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ചൈനയുടെ എഞ്ചിനീയർമാരെ അതുപോലെ തന്നെ പൗരന്മാരെയൊക്കെ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അവിടെ ഒരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയെ കൂടുതൽ അലോസരപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിക്കഴിഞ്ഞു. അപ്പം ഈ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈനയ്ക്ക് സീപ്പക്കുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ലെങ്കിൽ, കാരണം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ പാകിസ്ഥാന്റെ മേലുള്ള സ്വാധീനവും അതുവഴി ചൈന ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന വലിയ സാമ്പത്തിക ഇടനാഴി, പിന്നെ ബലൂചിസ്ഥാനിലെ ഗദ്വാർ പോർട്ടിന്റെ നിർമ്മാണവും അതിന്റെ കംപ്ലീഷനും ഒക്കെ തന്നെ തടയിടുക എന്നുള്ളതാണ് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഇന്ത്യയുടെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യുദ്ധം തീർച്ചയായിട്ടും ഇന്ത്യക്ക് മാത്രമല്ല പ്രധാനം എന്ന് പറയുന്നത്, അമേരിക്കയ്ക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. അപ്പം ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന യുദ്ധം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും വേണ്ടിയാണെന്ന് പറയുമ്പോൾ തന്നെ ജിയോ പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ ഇത് അമേരിക്കയ്ക്കും കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പം ഈ കോൺഫ്ലിക്റ്റിൽ കൂടെ ചൈനയ്ക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ അതിനെ വെൽക്കം ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത് അമേരിക്ക ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്ക് തുടങ്ങാൻ ബലൂചിസ്ഥാനിൽ വൻതോതിലുള്ള വിഭവങ്ങളും, അതായത് മിനറൽസ്, അതുപോലെ തന്നെ ഓയില്, ഗ്യാസ്, ഡയമണ്ട്സ്, ഇതൊക്കെ ഇഷ്ടം പോലുള്ളൊരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ. അപ്പം ഇതിനകത്തിൽ ചൈനയ്ക്ക് നല്ല കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനെ ശത്രുപക്ഷത്ത് കാണുന്ന പോലെ തന്നെയാണ് ചൈനയും. കാരണം ചൈനയും പാകിസ്ഥാനോട് ഒരുമിച്ച് എന്നുള്ളൊരു മാഫിയ പ്രവർത്തനമാണ് ബലൂചിസ്ഥാനിലും പാകിസ്ഥാന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. വൻതോതിലുള്ള ചൂഷണമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യാതെ ഇത് മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന അവിടുത്തെ പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ഇൻ്റലിജൻസ് ഓഫീസേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ പൊളിറ്റീഷ്യൻസും എല്ലാം കൂടെ നിന്നിട്ട് ഒരു മാഫിയ പ്രവർത്തനം പോലാണ്. അവിടുത്തെ വിഭവങ്ങളെല്ലാം കൊള്ളയടിച്ച് അവർ തിന്ന് ഒഴുക്കുക, അവിടുത്തെ ജനങ്ങളെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ആക്കി മാറ്റുക എന്നുള്ളതാണ് അവിടുത്തെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിന് ചൈന എന്ന് പറഞ്ഞത് വലിയ രാജ്യത്തിൻ്റെ കൂട്ടുകളുണ്ട്, സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ വിഭവങ്ങളെല്ലാം തന്നെ പോകുന്നത് ചൈനയിലേക്കും അല്ലെങ്കിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ചയിലേക്കും മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ ആർമി ജനറൽ അല്ലെങ്കിൽ അതുപോലുള്ള പ്രധാനപ്പെട്ട ടോപ്പ് ഒഫീഷ്യൽസ്, ടോപ്പ് പൊളിറ്റീഷ്യൻസ്, അവർക്കും ഇതിൻ്റെ ബ്രൈബ് അല്ലെങ്കിൽ ഒരു വിഹിതം കിട്ടും. അപ്പോൾ അവരെ കൂടുതൽ അവർക്ക് അവരുടെ
പിന്നെ വെൽത്തിനെ അല്ലെങ്കിൽ ആസ്തിയെ കൂട്ടുവാനും അവരുടെ ധനത്തെ കൂട്ടുവാനും ഇതുവഴി സാധിക്കുന്നുണ്ട്. അവർ ചൈനയ്ക്കൊപ്പം നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഭവങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുകയും അവിടുത്തെ ജനങ്ങളെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. 2015 ഈ പറഞ്ഞ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, അത് സിപെക് എന്ന് പറയും. അപ്പം അത് ചൈനയുടെ ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിപെക് എന്ന് പറയുന്നത്. അപ്പം ഇത് പാകിസ്ഥാനിൽ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി അവർക്ക് യൂറേഷ്യയിലേക്കും യൂറോപ്പിലും ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ സിപെക് ഉണ്ടാക്കാൻ വേണ്ടി അവർ ആരംഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗദ്വാർ, അതായത് ഗദ്വാർ ബലൂചിസ്ഥാനിലാണ്. അപ്പോൾ ഗദ്വാർ കറാച്ചി തുറമുഖങ്ങളുടെ നവീകരണത്തിന് ചൈന വലിയ നവീകരണത്തിനാണ്. കാരണം പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാം അതൊന്നും വലിയ വികസനം അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള പോർട്ടലായിരുന്നു. ചൈനയുടെ വരവോടുകൂടി ഇത് അവർ വൻതോതിൽ നിക്ഷേപം നടത്തുകയും ഈ പോർട്ടുകളൊക്കെ അവർ കൂടുതൽ നവീകരിക്കപ്പെടുകയും അല്ലെങ്കിൽ നവീകരിക്കാൻ വേണ്ടി അതിന് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായവും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറാച്ചിയിൽ ഇന്നലെ ഇന്ത്യൻ നേവി അറ്റാക്ക് നടത്തി എന്ന് പറയുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തിയ ആക്രമണത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം പാകിസ്ഥാൻ അല്ല, തീർച്ചയായിട്ടും ചൈനയാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പാകിസ്ഥാൻ നമുക്ക് ഇപ്പോഴൊരു വിഷയമൊന്നുമില്ല. പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് ഡിഫെൻഡ് ചെയ്യാമെന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക അല്ലെങ്കിൽ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അല്ല, ചൈനയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ ഈ ദക്ഷിണേഷ്യൻ വ്യാപാരം സുഗമമാക്കാൻ എന്ന് പറയുമ്പോൾ ഈ പദ്ധതി കൊണ്ട് ചൈനയുടെ ലക്ഷ്യം ഇന്ത്യയെ എൻസർക്കിൾ ചെയ്യുക, ഇന്ത്യയെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മാറ്റി നിർത്തി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുക എന്നൊക്കെ ആയിരുന്നു ചൈനയുടെ ലക്ഷ്യം. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയാണ് ഈ സിപെക്. അത് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ കൂടെ പോകുന്നൊരു ഇടനാഴിയാണ്. അതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ടാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് മുതൽ ഇന്ത്യ ഇത് ഒട്ടുമേ ഒരു രീതിയിലും ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ ഒരു രീതിയിലും സ്വാഗതം ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ത്യക്ക് വളരെയധികം സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന, സാമ്പത്തികമായിട്ടും നമുക്ക് പ്രതിരോധപരമായിട്ടും വലിയ രീതിയിൽ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറും ചൈനയ്ക്ക് പാകിസ്ഥാന്റെ മേലുള്ള വൻതോതിലുള്ള സ്വാധീനവും. പക്ഷേ ചൈന വിചാരിച്ചത്ര എളുപ്പമല്ല അവരുടെ ഈ സിപെക്കും അതുപോലെ തന്നെ ഈ ഗദ്വാർ പോർട്ടിൻ്റെയൊക്കെ. കാരണം ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ തന്നെ തീർച്ചയായിട്ടും അതിന് വൻതോതിലുള്ള എതിർപ്പുകളെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇന്ത്യയും അമേരിക്കയും ഒക്കെ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ബലൂചിസ്ഥാൻ എന്ന മോഡൽ അവിടെ വർക്കൗട്ട് ആവുന്നത് ശരിക്കും പറയുന്നത്. അപ്പോൾ ചൈനയ്ക്ക് തീർച്ചയായിട്ടും വൻതോതിലുള്ള എതിർപ്പും അതുപോലെ തന്നെ പ്രതിരോധവും ഉണ്ടാക്കിയെടുക്കുവാൻ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിന് തീർച്ചയായിട്ടും, അത് നമ്മൾ ഒഫീഷ്യലായിട്ട് നമ്മൾ സമ്മതിക്കുന്ന ഒരു കാര്യമില്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ സെക്യൂരിറ്റിയുടെ ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും നമുക്ക് പണി തരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചും പണി കൊടുക്കാൻ നമുക്ക് ആംബിയറുണ്ട്, നമുക്കതിനുള്ള ബാധ്യതയുണ്ട്, നമ്മൾ നിർബന്ധിതനാണെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ബലൂചിസ്ഥാൻ, സിന്ധ്, അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വ ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ, അവരുടെ മിലിറ്ററി ഇന്റലിജൻസ് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ വൻതോതിലുള്ള പ്രതിഷേധങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത് എങ്ങനെ പോയി കഴിഞ്ഞാലും ഈ യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് യുദ്ധം ചെയ്യുന്നത്. ഇന്ത്യക്ക് നമുക്കും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു രാജ്യം ചെയ്ത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകും തീർച്ചയായിട്ടും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കതിനെ എന്താണ് മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു രാജ്യമാണ്. പാകിസ്ഥാനെ പോലെ നമ്മൾ അത്രയ്ക്ക് ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് അധോഗതിയായി പ്രാപിച്ചൊരു രാജ്യമല്ല. തീർച്ചയായിട്ടും നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യമാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളും നമ്മളുടെ വിഭവങ്ങളും സാമ്പത്തിക ശേഷിയൊക്കെ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് യുദ്ധത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാക്കി വെക്കുന്നത് പാകിസ്ഥാനാണ്. എങ്ങനെ പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന് ദോഷം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ പലതരത്തിലുള്ള അസറ്റുകൾ പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോർട്ടിന്റെ രൂപത്തിലായാലും റെയിൽവേയുടെ രൂപത്തിലായാലും, അപ്പോൾ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഉണ്ടാകുന്ന ഡാമേജ് തീർച്ചയായിട്ടും അത് ചൈനയ്ക്കായിരിക്കും ആ ഡാമേജ് ഉണ്ടാകുന്നത്. കാരണം ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് വെള്ളത്തിൽ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അത് ഇന്ത്യക്ക് ഇങ്ങനൊരു
പദ്ധതി ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇന്ത്യക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വൻതോതിലുള്ള ഭീഷണിയാണ് ചൈനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന ഈ ഒരു അവസ്ഥ ബംഗ്ലാദേശ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. വലിയ വാചക അടിയൊക്കെ ആയിരുന്നല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ പാകിസ്ഥാനെ നമുക്കിങ്ങനെ ചുരുട്ടാമെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശിനെ ചുരുട്ടാൻ നമുക്ക് ഒരു ഇതിന്റെ പകുതി സമയം പോലും വേണ്ട എന്നുള്ളത് ബംഗ്ലാദേശ് മനസ്സിലാക്കിയുള്ള നല്ലതായിരിക്കും. അപ്പൊ ട്രംപിന്റെ തീരുവ യുദ്ധം അല്ലെങ്കിൽ ട്രേഡ് വാർ, എന്താണ് പറയുന്നത്, വാണിജ്യ വ്യാപാര യുദ്ധം പുറമെ ചൈനയ്ക്ക് വലിയ പരിക്കുകളൊന്നും ഏൽപ്പിച്ചില്ലെന്ന് ചൈന പറയുമ്പോഴും പക്ഷേ തീർച്ചയായിട്ടും ചൈനയിൽ വൻതോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പലയിടത്തു നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയിലെ ഫാക്ടറികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറികളിലെ പണിമുടക്കും അതുപോലെ തന്നെ തൊഴിൽ നഷ്ടമൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. കയറ്റുമതി തീർച്ചയായിട്ടും കുറയും. കാരണം അമേരിക്കയിലേക്ക് ഒരു വൻ മാർക്കറ്റായിരുന്നു ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ടാരിഫിന്റെ കുത്തനെയുള്ള ഉയർച്ച ചൈനയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ വിറ്റഴിക്കാൻ സാധിക്കാതെ അപ്പോൾ വൻതോതിലുള്ള പിന്നെ കയറ്റുമതി കുറയും. അപ്പോൾ അതുവഴി തീർച്ചയായിട്ടും കയറ്റുമതി ആശ്രയിച്ചാണ് ചൈനയിലെ ഒട്ടുമിക്ക വ്യാപാര സ്ഥാപനങ്ങളും. അപ്പോൾ അവിടെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, പണിമുടക്കുണ്ടാകും, പിന്നെ വേതന പ്രശ്നം ഉണ്ടാകും, തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും, അവിടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉണ്ടാകും, സാമൂഹികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ ഉണ്ടാകും. പക്ഷേ ചൈനയുടെ ഗവൺമെന്റ് നമുക്കറിയാം, പഴയതുപോലെ തന്നെ അവർ അയൺ ഹാൻഡ് അടിച്ചമർത്തും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ത്യൻ ഈ പാകിസ്ഥാന്റെ മുകളിലുള്ള ആക്രമണത്തോട് പരസ്യമായ വലിയ എതിർപ്പൊന്നും ഇതുവരെ റിഗ്രറ്റബിൾ ആണെന്നൊക്കെ ഇതുവരെ ചൈന പറഞ്ഞിട്ടുള്ളൂ. വളരെ നിശബ്ദമായിട്ടാണ് ചൈന ഇതിനെ നോക്കിക്കാണുന്നത് നമ്മൾ പറയാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ബിഹൈൻഡ് ദ സീനിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനൊപ്പം വളരെ എന്താണ് പറയുന്നത്, ഒരു അൺകോംപ്രമൈസിംഗ് ആയിട്ടുള്ള സപ്പോർട്ട് ചൈനയ്ക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം പാകിസ്ഥാനെ നിലനിർത്തുക എന്നുള്ളത് ചൈനയുടെയാണ് ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം. പരസ്യമായിട്ട് പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കുകയാണെങ്കിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ള ആശയക്കുഴപ്പവും, ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇപ്പം മെച്ചപ്പെടുത്താനൊക്കെ അവർ ഇപ്പം മുന്നോട്ട് വന്ന സ്ഥിതിക്ക് അത് ബെയ്ജിങ് ഒന്നുകൂടെ പിന്നെ ആലോചിച്ചിട്ട് പാകിസ്ഥാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, ആയുധം കൊടുക്കും, ഇന്റലിജൻസ് കൊടുക്കും, മറ്റെല്ലാ ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ കൊടുക്കും, ഏതെല്ലാം രീതിയിലുള്ള ഫണ്ട് കൊടുക്കുമായിരിക്കും, ഏതെല്ലാം രീതിയിലുള്ള സപ്പോർട്ട് അവർ പാകിസ്ഥാന് കൊടുക്കുമായിരിക്കുന്നില്ല, കൊടുക്കുന്നുണ്ട്. കാരണം അവർ കൊടുത്തേ വരത്തുള്ളൂ. പക്ഷേ ഓപ്പണായിട്ട് വന്നിട്ട് ഇന്ത്യയെ ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകൂലമായിട്ടുള്ള നിലപാട് പറയാനോ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇനിയും, ട്രംപിന്റെ സ്വഭാവം നമുക്കറിയാം, ട്രംപ് ഏത് രീതിയിലുള്ള നിലപാടെടുക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ചൈനയ്ക്ക് പോലും അറിയത്തില്ല. പിന്നെ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ അവർ ഏകദേശം ഒന്ന് കോംപ്രമൈസ് ആയി വരികയാണ് ഈ ട്രേഡിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പം ഇന്ത്യയും ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് വൻതോതിലുള്ള നഷ്ടങ്ങളും തിരിച്ചടികളും ഉണ്ടാകും എന്ന് ബെയ്ജിങ്ങിന് അല്ലെങ്കിൽ ചൈനയ്ക്ക് നന്നായിട്ട് തിരിച്ചറിയാം. അപ്പം തങ്ങൾക്കൊപ്പം എല്ലാ അവസ്ഥയിലും ഓൾ വെതർ ഫ്രണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്, എല്ലാ അവസ്ഥയിലും ഉറച്ചു നിൽക്കുമെന്ന് ഉറപ്പുള്ള ചൈന പാകിസ്ഥാനിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ചൈന നമുക്കറിയാം ഇതുപോലൊരു അവസ്ഥയിൽ പാകിസ്ഥാനെ ഓപ്പണായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയൊന്നും നമുക്ക് കാണുന്നില്ല. കാരണം ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഇടപാടുകൾ നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കൻ അച്ചായൽ നിന്ന് ഏത് തരത്തിലുള്ള പണി കിട്ടുമെന്നുള്ള കാര്യം ചൈനയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ട്രംപ് ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മറ്റൊരു വാർ ഫ്രണ്ട് ഏതെങ്കിലും ഒരിടത്ത് ചൈനയ്ക്ക് തുറന്ന് വിട്ടുകഴിഞ്ഞാൽ ചൈന മേടിക്കാൻ പോകുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എട്ടിൻ്റെ പണിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചൈന വളരെ നോക്കിയും കണ്ടുമൊക്കെയാണ് ഇതുവരെയുള്ള നിലപാടുകൾ അവർ എടുത്തിട്ടുള്ളത്. അപ്പം അവരുടെ ഈ മൃദു നിലപാട് പാകിസ്ഥാന്റെ അഡ്മിനിസ്ട്രേഷനെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ, ഷഹബാസ് ഷരീഫ് സർക്കാരിനെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം എന്നുള്ള രീതിയിലാണ് നമുക്ക്. കാരണം ഇതുവരെ പാകിസ്ഥാൻ വിചാരിച്ച തരത്തിലുള്ള ഒരു സപ്പോർട്ടൊന്നും ചൈനയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സപ്പോർട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും പാകിസ്ഥാന് ആയുധം ചൈനയിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ടർക്കി അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, അസർബൈജാനൊക്കെ തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞ ടർക്കി പ്രധാനമായിട്ടും, ചൈന അതിൽ കൂടുതൽ പാകിസ്ഥാനെ ആയുധങ്ങൾ കൊടുത്ത ഒരു യുദ്ധത്തിന്റെ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തന്നെയും പിന്നെ ഏകദേശം 80% മിലിറ്ററി എക്യുപ്മെന്റ്സും ആർമമെന്റ്സും എല്ലാം ചൈനയിൽ നിന്നാണ് മേടിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ചൈന അവർക്ക് ആയുധങ്ങൾ കൊടുക്കും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷേ ഓപ്പണായിട്ട് വന്നിട്ട്
പിന്നെ ഒരു സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അങ്ങനെ ചൈനയും ഒരു ആശങ്കയിലാണ്, വല്ലാത്തൊരു ഡിലമയിലാണ് ചൈന. അപ്പോൾ എന്തു തന്നെ ആയാലും ശരി, ഈ യുദ്ധം ഇന്ത്യ അല്പം കൂടെ വളരെ ഹാർഷായിട്ടുള്ള, അല്ലെങ്കിൽ അല്പം കൂടെ പ്രഹരശേഷി നമ്മൾ നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടം ഉണ്ടാക്കാൻ പോകുന്നത് ചൈനയ്ക്ക് മാത്രമായിരിക്കും. പാകിസ്ഥാന് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം പാകിസ്ഥാൻ ഓൾറെഡി നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, തകർന്നടിഞ്ഞൊരു രാജ്യമാണ്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും എല്ലാം തന്നെ തകർന്നടിഞ്ഞൊരു രാജ്യമാണ്. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യം ഇന്ത്യയെ പോലുള്ളൊരു ശക്തിമത്തായിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള രാജ്യത്തിനോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലോജിക്കലല്ല, യുക്തിപരമല്ല. പക്ഷേ ചൈനയുടെ പ്രോക്സി ആയതുകൊണ്ട് ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ നിൽക്കുന്നതാണ്. ചൈന പറയുന്നത് കേട്ട് മാത്രം ആക്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു രാജ്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാന് കിട്ടുന്ന എല്ലാ പ്രഹരവും ചൈനയ്ക്ക് കിട്ടുന്ന പ്രഹരമായിരിക്കും. അപ്പം യുദ്ധം മുന്നോട്ട് പോവുകയും പാകിസ്ഥാനിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇന്ത്യക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടവും പ്രഹരവുമായിരിക്കും. അപ്പം യുദ്ധം ഇന്ത്യ പാകിസ്ഥാനോടാണെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഇന്ത്യ ചെയ്യുന്ന യുദ്ധം ചൈനയോടാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ചൈന, ഇത് പാകിസ്ഥാൻ നമ്മളോട് ചെയ്യുന്ന യുദ്ധമല്ല, ഇത് ചൈന നമ്മളോട് ചെയ്യുന്ന യുദ്ധമാണെന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വരുന്ന ഡെവലപ്മെൻറ്റ്സ് ഇനിയും അത് സംഭവിക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം, അത് ചർച്ച ചെയ്യാം. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ടിൽ ദെൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ്.